ഓക്കെ, അടുത്ത പാർട്ട് ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. രണ്ട് പാരലൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് തമ്മിലുള്ള ഫോഴ്സ്. അതിനുവേണ്ടി ഞാൻ രണ്ട് പാരലൽ കണ്ടക്ടേഴ്സ് കൺസിഡർ ചെയ്യാം. ഒന്നാമത്തെ കണ്ടക്ടർ എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന കണ്ടക്ടർ, അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ഐ ആണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എൽ ആണ്. രണ്ടാമത്തെ കണ്ടക്ടർ എന്ന് പറയുന്നത് സി ഡി. രണ്ടാമത്തെ കണ്ടക്ടർ എന്ന് പറയുന്നത് സി ഡി ആണ്. രണ്ടാമത്തെ കണ്ടക്ടർ എന്ന് പറയുന്നത് സി ഡി ആണ്. അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് I2 ആണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എൽ ആണ്. അപ്പം രണ്ട് കണ്ടക്ടർ കൺസിഡർ ചെയ്തു. ഒന്നാമത്തെ കണ്ടക്ടർ എന്ന് പറയുന്നത് എ ബി, രണ്ടാമത്തെ കണ്ടക്ടർ എന്ന് പറയുന്നത് സി ഡി. ഒന്നാമത്തെ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ഐയും I1ഉം, രണ്ടാമത്തെ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് I2 ആണ്. രണ്ടും പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് R. രണ്ട് കണ്ടക്ടേഴ്സും പ്ലേസ് ചെയ്തേക്കുന്നത് R ഡിസ്റ്റൻസ് അപ്പുറത്താണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ when I1 current passing through the when I1 current passing through the when I1 current passing through the first conductor, I1 current passing through the first conductor, passing through the first conductor, magnetic field around the first, magnetic field around the first conductor, അതായത് I1 കറണ്ട് എ ബി കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ബി ഈസ് ഈക്വൽ ടു B1 ഈസ് ഈക്വൽ ടു μ0 I1 ഡിവൈഡഡ് ബൈ 2πr. R ഡിസ്റ്റൻസ് അപ്പുറത്തുള്ളതാണ്. സോ B1 ഈസ് ഈക്വൽ ടു μ0 I1 ഡിവൈഡഡ് ബൈ 2πr. μ0 I1 ഡിവൈഡഡ് ബൈ 2πr. അതായത് ഇതിന് ചുറ്റും സർക്കിളായിട്ടാണ് ഉണ്ടാവുക. സർക്കിളായിട്ടാണ് ഉണ്ടാവുക. നമ്മൾ പറഞ്ഞിരുന്നു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സർക്കിളായിട്ടാണ് ഉണ്ടാവുക. R ഡിസ്റ്റൻസ് അപ്പുറത്തുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈനാണ് ഈ വരച്ചേക്കുന്നത്. കുഴപ്പമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ബൈ റൈറ്റ് ഹാൻഡ് റൂളിൽ ഈ സെക്കൻഡ് കണ്ടക്ടർ നിൽക്കുന്ന ഈ പോയിന്റ് കണ്ടോ നിങ്ങൾ? ആ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? സോ നമ്മൾ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചാൽ തമ്പ് ഇൻഡിക്കേറ്റ്സ് ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ്, റിമൈനിങ് കർവ്ഡ് ഫിംഗർ ഇൻഡിക്കേറ്റ്സ് ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ ഒരു തമ്പാണ്. സോ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ പോയിന്റിൽ എവിടെയായിരിക്കും? ഈ പോയിന്റിൽ എന്ന് പറയുന്നത് ഇൻവേർഡ് ഡിറക്ഷനിലായിരിക്കും. സോ R ഡിസ്റ്റൻസ് അപ്പുറത്ത് ഉള്ള ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻവേർഡ് ഡിറക്ഷനിലായിരിക്കും. ദെൻ ഇൻവേർഡ് ഡിറക്ഷനിലായിരിക്കും by right hand rule. So when I1 current passing through the first conductor, magnetic field around the first at a distance R കൂടി കൊടുക്കുക. at a distance R. R ഡിസ്റ്റൻസ് അപ്പുറത്താണെങ്കിൽ എന്തായിരിക്കും? B1 is equal to μ0 I1 divided by 2πr is directed inward by right hand rule. Then ഇനി നോക്കിക്കേ, സെക്കൻഡ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് in the magnetic field of first. സെക്കൻഡ് കണ്ടക്ടർ വെച്ചേക്കുന്നത് നോക്ക്. സി ഡി കണ്ടക്ടർ എന്ന് പറയുന്നത് ഫസ്റ്റ് കണ്ടക്ടറിന്റെ ആ സർക്കിളിന്റെ ഉള്ളിലല്ലേ സെക്കൻഡ് കണ്ടക്ടർ വെച്ചേക്കുന്നത്? ഫസ്റ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഈ സർക്കിളിൽ വരച്ചേക്കുന്നത്. ദെൻ ആ സർക്കിളിലല്ലേ സെക്കൻഡ് കണ്ടക്ടർ. സോ സെക്കൻഡ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഫസ്റ്റ്. എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. സെക്കൻഡ് കണ്ടക്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആയതുകൊണ്ട് F2 കൊടുത്തു. ഇസ് ഈക്വൽ ടു ജനറൽ ഇക്വേഷൻ ILB sin θ. ILB
സൈൻ തീറ്റ. ദാറ്റ് ഈസ് സെക്കൻഡ് കണ്ടക്ടർ ആയതുകൊണ്ട് I2, കാരണം സെക്കൻഡ് കണ്ടക്ടറിലുള്ള ഫോഴ്സ് ആണ്. ഈ ലെങ്ത് രണ്ടിൻ്റെയും സെയിം ആ, എ ബിയുടെയും സി ഡിയുടെയും ലെങ്ത് സെയിം ആ. പക്ഷെ ആരുടെ മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചേക്കുന്നത്? ഫസ്റ്റ് കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡിലാണ്. അതുകൊണ്ട് B1 എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു I2L. B1 പകരം ഈ വാല്യൂ കൊടുക്കുക, μ0 I1 ഡിവൈഡഡ് ബൈ 2πr സൈൻ തീറ്റ. എത്രയാ? മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേർഡ് ഡിറക്ഷനിലാണ്. നമ്മൾ പറഞ്ഞു ഈ ഒരു പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഉള്ളിലോട്ടാണ്, കറണ്ട് എന്ന് പറയുന്നത് മുകളിലോട്ടാണ്. ദെൻ ഉള്ളിലോട്ടും മുകളിലോട്ടും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. സോ സൈൻ 90 എന്ന് പറയുന്നത് 1 ആയിട്ട് മാറി. സോ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ F2 ഈസ് ഈക്വൽ ടു μ0 I1 I2 L ഡിവൈഡഡ് ബൈ 2πr. എന്താ വരുന്നത്? F2 ഈസ് ഈക്വൽ ടു μ0 I1 I2 L ഡിവൈഡഡ് ബൈ 2πr. ഒന്നും കൂടി പറയാം, F2 ഈസ് ഈക്വൽ ടു μ0 I1 I2 L ഡിവൈഡഡ് ബൈ 2πr. ഇനി ഫോഴ്സിന്റെ ഡിറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഡിറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യണം. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് ഈ പോയിന്റിൽ എങ്ങോട്ടാ? ഇൻവേർഡ് ഡിറക്ഷനില്ല, ഉള്ളിലോട്ട് വെച്ചു. ദെൻ കറണ്ട് എന്ന് പറയുന്നത് അപ്വേർഡ്. ഇതാണ് കറണ്ട് മിഡിൽ ഫിംഗർ, അത് അപ്വേർഡ് ഡിറക്ഷനില്ല. ദെൻ അത് അപ്വേർഡ്, ദെൻ ഇൻവേർഡ് ഡിറക്ഷനില്ല. ഫോഴ്സ് എങ്ങോട്ടാണ്? അപ്പൊ സെക്കൻഡ് കണ്ടക്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാ. സി ഡിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഇങ്ങോട്ടാ. ഓറഞ്ച് നിറത്തിലുള്ള കണ്ടക്ടറിലുള്ള ഫോഴ്സ് എങ്ങോട്ടാണ്? ടുവേർഡ്സ് ദ ഫസ്റ്റ് കണ്ടക്ടർ. എങ്ങോട്ടാ വരുന്നത്? ടുവേർഡ്സ് ദ ഫസ്റ്റ് കണ്ടക്ടർ. Towards the first conductor, towards the first conductor, towards the first conductor by Fleming's left hand rule, by Fleming's left hand rule, by Fleming's left hand rule. അപ്പോൾ എവിടുന്നാ നമ്മൾ ഒന്നും കൂടി പറയാം. When I1 current passing through the first conductor, magnetic field around the first at a distance R B1 is equal to μ0 I1 divided by 2πr. Inverted direction by right hand rule. Second conductor is placed in the magnetic field of first conductor, experience a force F2 is equal to I2L B1 sin theta. I2L B1 sin theta. So I2L B1 in pagaram μ0 I1 divided by 2πr sin 90. So F2 is equal to μ0 I1 I2 L divided by 2πr towards the first conductor by Fleming's left hand rule. ഇതുപോലെ സെക്കൻഡ് കണ്ടക്ടറിലൂടെ I2 കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇവിടെ നേരെ തിരിച്ച് when I2 current passing through the second conductor, magnetic field around the second at a distance r distance അപ്പുറത്താവുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് വരിക. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് r ആണ്. Then അപ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് വരും? B2 എന്ത് വരും? B2 is equal to μ0 I2 divided by 2πr. B1 എന്തായിരുന്നു? μ0 I1 divided by 2πr. μ0 I1 divided by 2πr ആയിരുന്നു B1. ഇവിടെ B2 ആയപ്പോൾ എന്തായിട്ട് മാറി? μ0 I2 divided by 2πr. എവിടേക്കായിരിക്കും അതിന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത്? പറഞ്ഞേ. ബൈ റൈറ്റ് ഹാൻഡ് റൂൾ. ദെൻ റൈറ്റ് ഹാൻഡ് റൂൾ വെക്കുമ്പോൾ എങ്ങോട്ടാ വരിക? ദെൻ അപ്വേർഡ് ഡിറക്ഷൻ അല്ല കറണ്ട് എങ്ങോട്ട് വരും? ഔട്ട്വേർഡ് ഡിറക്ഷൻ. സോ ഔട്ട്വേർഡ് ഡിറക്ഷൻ, ഔട്ട്വേർഡ് ഡിറക്ഷൻ, ഔട്ട്വേർഡ് ഡിറക്ഷൻ ബൈ റൈറ്റ് ഹാൻഡ് റൂൾ. ഔട്ട്വേർഡ് ഡിറക്ഷൻ ബൈ റൈറ്റ് ഹാൻഡ് റൂൾ. ഇനി നോക്കിക്കേ, ഫസ്റ്റ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് സെക്കൻഡ്. ഓറഞ്ച് നിറത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡിലല്ലേ ഫസ്റ്റ് കണ്ടക്ടർ എ ബി വെച്ചേക്കുന്നത്? സോ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. ഇവിടെ കൊടുക്കുന്ന സമയത്ത് എന്ത് വരും? F2
F1 ഫസ്റ്റിൽ എക്സ്പീരിയൻസ് F1 is equal to I1 L ആരുടെ മാഗ്നറ്റിക് ഫീൽഡ് രണ്ടാമത്തെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് സോ സൈൻ തീറ്റ സോ I1 L B2 എന്നുള്ളത് mu0 I2 ഡിവൈഡഡ് ബൈ 2 പൈ ആർ ഇൻറ്റു സൈൻ 90 കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ് ഡിറക്ഷനിലാണ് കറണ്ട് മുകളിലാണ് തമ്മിലുള്ള ആംഗിൾ എന്താണ് 90 ഡിഗ്രി ആണ് സോ F1 ഈസ് ഈക്വൽ ടു mu0 I1 I2 L ഡിവൈഡഡ് ബൈ 2 പൈ ആർ രണ്ടിൻ്റെയും ഇക്വേഷൻ എന്താണ് രണ്ടിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്താണ് മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് ഇവിടെ F2 is equal to mu0 I1 I2 L divided by 2 pi r ഇവിടെയും F1 is equal to mu0 I1 I2 എക്സാമിന് ചോദിച്ചത് മാത്രം എഴുതിയത് ഞാൻ രണ്ടാമത്തേൽ പറഞ്ഞു എന്നേ ഉള്ളൂ എന്തിനാണ് എനിക്ക് അടുത്ത പോയിന്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഇനി നോക്കിയേ അതിന്റെ ഡിറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യാം മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡാ കറണ്ട് എങ്ങോട്ടാണ് അപ്വേർഡ് ഡിറക്ഷനിലാണ് ഇതിലുള്ള കറണ്ട് അപ്വേർഡ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്ന ഔട്ട്വേർഡാ സോ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട് വെച്ചു ദെൻ കറണ്ട് അപ്വേർഡ് വെച്ചു ഫോഴ്സ് എങ്ങോട്ടാ towards the second conductor towards the second conductor രണ്ടാമത്തെ കണ്ടക്ടറിലേക്കാണ് അപ്പോൾ ഫസ്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് സെക്കൻഡിലേക്കും സെക്കൻഡിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഫസ്റ്റിലേക്കുമാണ് ഫസ്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് സെക്കൻഡ് കണ്ടക്ടറിലേക്കും സെക്കൻഡ് കണ്ടക്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഫസ്റ്റിലേക്ക് അതായത് ഫസ്റ്റിന് അങ്ങോട്ടാണ് ഫോഴ്സ് സെക്കൻഡത്തെ ഇങ്ങോട്ടാണ് ഫോഴ്സ് അതായത് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും അതിൻ്റെ അർത്ഥം എന്താ രണ്ടും അട്രാക്ട് ചെയ്യും സോ ഇഫ് current passing through two parallel straight conductors are in same direction they attract each other അത് രണ്ടും എന്ത് ചെയ്യും അട്രാക്ട് ചെയ്യും രണ്ട് കണ്ടക്ടറിലൂടെയുള്ള കറണ്ട് സെയിം ആണെങ്കിൽ they attract each other if current passing through two parallel straight conductors are in opposite direction they repel each other അത് എന്ത് ചെയ്യും റിപ്പൽ ചെയ്യും ഒന്നും കൂടി പറയാം if current passing through two parallel straight conductors രണ്ട് പോയിന്റ്സ് ആണ് if current passing through two parallel straight conductors are in same direction രണ്ടും upward അല്ലെങ്കിൽ രണ്ടും downward അങ്ങനെയാണെങ്കിൽ they attract each other if current passing through two parallel straight conductors are in opposite direction ഒന്ന് upwardും ഒന്ന് downwardും ആണെങ്കിൽ they repel each other അപ്പോൾ രണ്ട് കേസ് ആണ് പറഞ്ഞത് ഒന്നാമത്തേത് if current passing through two parallel straight conductors are in same direction they attract each other if current passing through two parallel straight conductors are in opposite direction they repel each other ഓക്കെ ആണല്ലോ അപ്പോൾ ഫസ്റ്റ് മുതൽ ഒന്നും കൂടി പറയാം ഞാൻ രണ്ട് കണ്ടക്ടേഴ്സ് കൺസിഡർ ചെയ്തു ABCD എന്ന് പറയുന്നത് രണ്ടിൻ്റെ ലെങ്ത് സെയിം ആണ് ഒന്നാമത്തെ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I1 ഉം രണ്ടാമത്തെ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I2 ആണ് then when I1 current passing through the first conductor magnetic field around the first at a distance r B1 is equal to mu0 I1 divided by 2 pi r then inverted directionലാണ് by right hand rule second conductor is placed in the magnetic field of first experience a force F2 is equal to I2L B1 sin theta I2L mu0 I1 divided by 2 pi r sin 90 F2 is equal to mu0 I1 I2 L divided by 2 pi r towards the first conductor by Fleming's left hand rule then ഇതാണ് നിങ്ങൾ ഈ ഒരു ഡെറിവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് എഴുതേണ്ടത് പിന്നെ നിങ്ങളോട് ചോദിക്കുക ഇഫ് കറണ്ട് പാസിംഗ് ത്രൂ ടു പാരലൽ സ്ട്രൈറ്റ് കണ്ടക്ടേഴ്സ് ആർ ഇൻ സെയിം ഡിറക്ഷൻ രണ്ടും ഒരേ ഡിറക്ഷൻ രണ്ടും upward ആണെങ്കിൽ അല്ലെങ്കിൽ രണ്ടും down they attract each other if current passing through two parallel straight conductors are in opposite direction ഒന്ന് upward ഒന്ന് downward ആണെങ്കിൽ they repel each other കുഴപ്പമുണ്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ടു പാരലൽ സ്ട്രൈറ്റ് കണ്ടക്ടേഴ്സ് പറഞ്ഞു അത് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു രണ്ട് ഇക്വേഷനും സെയിം ആയിരുന്നു F is equal to mu0 I1 I2
L divided by 2 pi r mu 0 I1 I2 L divided by 2 pi r. അങ്ങനെയാണെങ്കിൽ put I1 is equal to I2 is equal to 1 ampere. I1 is equal to I2 is equal to 1 ampere. I1 എന്ന് പറയുന്നത് I2 എന്ന് പറയുന്നത് 1 ampere ആണ്. R is equal to 1 meter. ആ രണ്ട് കണ്ടക്ടേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R ആണ്, അത് 1 മീറ്റർ ആണ്. L എന്ന് പറയുന്നത് 1 മീറ്റർ. രണ്ടിൻ്റെ ലെങ്ത് നമ്മൾ യൂണിറ്റി ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എഴുതാം. F is equal to mu 0 I1 1 ആണ്, I2 1 ആണ്, L 1 ആണ്, ഡിവൈഡഡ് ബൈ 2 പൈ. mu 0യുടെ വാല്യൂ എന്ന് പറയുന്നത് 4 പൈ ഇൻറ്റു 10 റേസ് ടു മൈനസ് 7, 4 പൈ ഇൻറ്റു 10 റേസ് ടു മൈനസ് 7 ഡിവൈഡഡ് ബൈ 2 പൈ. 2 പൈ 4 പൈ ക്യാൻസൽ ചെയ്താൽ F is equal to 2 into 10 raised to minus 7 Newton. 2 into 10 raised to minus 7 Newton. 2 into 10 raised to minus 7 Newton. ഇതിൽ നിന്ന് നമുക്ക് 1 ആംപിയർ ഡിഫൈൻ ചെയ്യാം. 1 ആംപിയർ ഡിഫൈൻ ചെയ്യാം. 1 ആംപിയർ ഡിഫൈൻ ചെയ്യാം. ആദ്യം ഞാൻ പറയാം, എന്നിട്ട് എക്സ്പ്ലെയിൻ. 1 ആംപിയർ ഈസ് ദാറ്റ് മച്ച് കറണ്ട്. 1 ആംപിയർ ഈസ് ദാറ്റ് മച്ച് കറണ്ട് passing through two parallel straight conductors. Passing through two parallel straight conductors. Two parallel straight conductors. Two parallel straight conductors placed 1 meter apart. Placed 1 meter apart, attract or repel a force of 2 into 10 raised to minus 7 Newton per unit length. കാരണം ഇനി ഞാൻ ഡെഫിനിഷൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. 1 ആംപിയർ എന്ന് പറഞ്ഞാൽ ഈ 1 ആംപിയർ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. 1 ആംപിയർ ഈസ് ദാറ്റ് മച്ച് കറണ്ട്, അത്രയും കറണ്ട് ആണ്. പാസിംഗ് ത്രൂ ടു പാരലൽ സ്ട്രൈറ്റ് കണ്ടക്ടേഴ്സിന്റെ ഇക്വേഷൻ ആണ്. ആർ പ്ലേസ്ഡ് 1 മീറ്റർ അപ്പാർട്ട്. ഇവിടെ ആർ എന്ന് പറയുന്നത് 1 മീറ്റർ അപ്പാർട്ട്. അട്രാക്ട് ഓർ റിപ്പൽ എ ഫോഴ്സ് ഓഫ് 2 into 10 raised to minus 7 Newton per unit length എന്ന് പറയുന്ന 1 മീറ്റർ. അപ്പൊ എന്താണ് 1 ആംപിയർ ഡിഫൈൻ ചെയ്ത് ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചത്. അപ്പൊ എന്താ 1 ആംപിയർ എന്ന് പറയുന്നത്? 1 ആംപിയർ ഈസ് ദാറ്റ് മച്ച് കറണ്ട് പാസിംഗ് ത്രൂ ടു പാരലൽ സ്ട്രൈറ്റ് കണ്ടക്ടേഴ്സ് ആർ പ്ലേസ്ഡ് 1 meter apart, attract or repel a force of 2 into 10 raised to minus 7 Newton per unit length. ഒന്നും കൂടി പറയാം. 1 ampere is that much current passing through two parallel straight conductors are placed 1 meter apart, attract or repel a force of 2 into 10 raised to minus 7 Newton per unit length. അപ്പോൾ ഇത് നിങ്ങൾ ഡിഫൈൻ ചെയ്ത് പഠിക്കണം. ഒന്നും കൂടി പറയാം. 1 ampere is that much current passing through two parallel straight conductors are placed 1 meter apart, attract or repel a force of 2 into 10 raised to minus 7 Newton per unit length. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടോർക്ക് ആക്ടിങ് ഓൺ ദ റെക്ടാങ്കുലർ കോയിൽ പ്ലേസ്ഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. ഞാൻ എന്ത് ചെയ്തു? ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്യാം. ഇതാണ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഈ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഞാനൊരു റെക്ടാങ്കുലർ കോയിൽ വെച്ചേക്കുക. റെക്ടാങ്കുലർ കോയിൽ വെച്ചേക്കുന്നത് റെക്ടാങ്കുലർ കോയിൽ ഇതാണ് റെക്ടാങ്കുലർ കോയിൽ എന്ന് പറയുന്നത്. ഈ റെക്ടാങ്കുലർ കോയിലിൻ്റെ 2 സൈഡ് നമുക്ക് ബ്രെഡ്ത്ത് വേറെ ലെങ്ത്ത് വേറെ ആക്കി മാറ്റാം. ഇത് അതിൻ്റെ ബ്രെഡ്ത്താണ്.
ദെൻ ഇത് അതിൻ്റെ ലെങ്ത് ആണ്. ഓക്കെ, ദെൻ ആർ പ്ലേസ്ഡ് അറ്റ് എൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇതിന് പേര് കൊടുക്കാം പി ക്യു ആർ എസ് എന്ന് പറയുന്ന റെക്ടാങ്കുലർ കോയിൽ. അതിലൂടെ I1 കറണ്ട് അല്ലെങ്കിൽ I കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. സോ കൺസിഡർ എ റെക്ടാങ്കുലർ കോയിൽ PQRS having length L and breadth B is placed at an angle theta with the direction of magnetic field. അപ്പം ഞാനൊരു റെക്ടാങ്കുലർ കോയിൽ കൺസിഡർ ചെയ്തു. ആ റെക്ടാങ്കുലർ കോയിലിൻ്റെ ലെങ്ത് L ആണ്, ബ്രെഡ്ത്ത് B ആണ്. ദെൻ അത് പ്ലേസ് ചെയ്തേക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡുമായി തീറ്റ ആംഗിൾ ആണ്. ഈ റെക്ടാങ്കുലർ കോയിലിന് ഞാൻ 4 കണ്ടക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. 4 കണ്ടക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്താൽ അതിലൊന്നാമത്തേത് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ PQ arm placed in the magnetic field F1 is equal to I into അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I ആണ്. ലെങ്ത് എന്ന് പറയുന്നത് ആ റെക്ടാങ്കുലർ കോയിലിന്റെ ബ്രെഡ്ത്ത് ആണ്. സോ ബി കൊടുത്തു. IBB സൈൻ തീറ്റ. ആ ഒരു ആം മാഗ്നറ്റിക് ഫീൽഡുമായി ഉണ്ടാക്കുന്ന PQ ആം എന്ന് പറഞ്ഞ കഷ്ണം, അത്രേ ഉള്ളൂ, സൈഡ്. സോ PQ ആം മാഗ്നറ്റിക് ഫീൽഡുമായി ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. സോ IBB സൈൻ തീറ്റ. സോ F1 is equal to I into B cross B. F1 എന്ന് പറയുന്നത് ഏതിനൊക്കെ പെർപെൻഡിക്കുലർ ആയിരിക്കണം? ഈ ഇക്വേഷനിലെ ബ്രെഡ്ത്തിനും പെർപെൻഡിക്കുലർ ആയിരിക്കണം, മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിരിക്കണം, ബ്രെഡ്ത്തിനും പെർപെൻഡിക്കുലർ ആയിരിക്കണം. സോ F1ന്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഡിറക്ഷനിലാണ്. സോ F1 is equal to I into B cross B. F1 is equal to I into B cross B. അപ്പോൾ എവിടുന്നാ നമ്മൾ തുടങ്ങിയത്? ഫോഴ്സ് ആക്ടിങ് ഓൺ ദ PQ arm placed in the magnetic field. F1 is equal to IBB sin theta. F1 is equal to I into B cross B. F1 is equal to I into B cross B. അങ്ങനെയാണെങ്കിൽ അത് ആക്ടിങ് ഡൗൺവേർഡ് എന്ന് കൊടുക്കാം. ആക്ടിങ് ഡൗൺവേർഡ് ഡിറക്ഷൻ. സോ അപ്പോൾ ഫസ്റ്റ് ആമിലുള്ളത് എവിടെ കിട്ടി? ഡൗൺവേർഡ്. അടുത്ത സെക്കൻഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ നേരെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കാം. RS arm placed in the magnetic field എന്ത് തന്നെയായിരിക്കും? ഈ ഇക്വേഷൻ തന്നെ വരും, അതേ ആംഗിളിലാണ്. സോ ബ്രെഡ്ത്ത് തന്നെയാണ് IBB സൈൻ തീറ്റ. സോ F1 അല്ല F3 ആണ്. സോ F3 is equal to തേർഡ് സൈഡാണ്, അതുകൊണ്ടാണ് F3 കൊടുത്തത്. I into B cross B. F3 is equal to I into B cross B. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഫോഴ്സ് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിനും പെർപെൻഡിക്കുലർ ആയിരിക്കണം, മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിരിക്കണം. സോ F3 is equal to I into B cross B. ഇവിടെ ഞാൻ അപ്വേർഡ് ഡിറക്ഷനിലാണ് എടുത്തത്. അതിൻ്റെ റീസൺ പറയാം. ഇവിടെ കറണ്ടിൻ്റെ ഡിറക്ഷൻ അങ്ങോട്ടാ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇങ്ങോട്ട്. ഏതില്? RS ആമിൽ. PQ ആമിലുള്ള കറണ്ടിന് നേരെ ഓപ്പോസിറ്റ് ആണ് RS ആമിലുള്ളത്. സോ ഫസ്റ്റ് ആമിലുള്ളത് ഡൗൺവേർഡ് എടുത്തു കഴിഞ്ഞാൽ തേർഡ് ആമിലുള്ള അപ്വേർഡ് നേരെ തിരിച്ചു കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് ആമിലുള്ള അപ്വേർഡ് എടുത്തു, അപ്പോൾ തേർഡ് ആമിലുള്ള എന്ത് ചെയ്യണം? ഡൗൺവേർഡ് എടുക്കണം. അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷേ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. സോ ദേ ക്യാൻസൽ ഈച്ച് അതർ. സോ F1 force on the first arm
and force on the third arm are cancel each other. എന്താ ഒന്നും കൂടി പറഞ്ഞേ? ഫോഴ്സ് ഓൺ ദ, സോ F1 and F3 are cancel each other. എവിടുന്നാ നമ്മൾ തുടങ്ങി ഒന്നും കൂടി പറയാം. ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ PQ arm placed in the magnetic field, F1 is equal to IBB sin theta. F1 is equal to I into B cross B, acting downward direction. അടുത്തത് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ RS arm placed in the magnetic field, F3 is equal to I into B cross B, acting upward direction. അതും കൂടി acting upward direction. സോ എവിടുന്നാ നമുക്ക് കിട്ടിയ ഈ ക്രോസ് പ്രൊഡക്റ്റാ? ഫോഴ്സിന് ബ്രെഡ്ത്തിനും പെർപെൻഡിക്കുലർ ആയിരിക്കണം, മാഗ്നറ്റിക് ഫീൽഡിനും അതിനു വേണ്ടിയിട്ടാണ്. സോ ദേ ക്യാൻസൽ ഈച്ച് അതർ. അടുത്തത് പറയുന്നത് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ആം QR placed in the magnetic field. Force acting on the arm QR placed in the magnetic field, F2 is equal to IL. ലെങ്ത് ആണ് QR എന്ന് പറയുന്നത്, ലെങ്ത് ആണ്, റെക്ടാങ്കുലർ കോയിലിന്റെ ലെങ്ത് ആണ് L. സോ B sin 90. അവിടെ ലെങ്ത്തുമായി ഉണ്ടാക്കുന്ന ആംഗിൾ നോക്കിക്കേ, മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ ലെങ്ത്തും മാഗ്നറ്റിക് ഫീൽഡുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? 90 ഡിഗ്രി ആണ്. സോ F2 is equal to ILB. F2 is equal to ILB. Then ഇനി ഡിറക്ഷൻ കാണാൻ നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യാം. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ അങ്ങോട്ടാ, കണ്ടില്ലേ? മാഗ്നറ്റിക് ഫീൽഡ്. കറണ്ടോ അപ്വേർഡാ. ദെൻ ഫോഴ്സ് എങ്ങോട്ടാ? ഇൻവേർഡ് ഡിറക്ഷനില. ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻവേർഡ് ഡിറക്ഷനിലാണ്. ഞാനിവിടെ ഇൻവേർഡ് വരയാൻ കഴിയാത്തത് കൊണ്ട് ഇങ്ങോട്ട് വരച്ചു. F2 is equal to ILB. ഏത് ഡിറക്ഷനിലാണ്? ഇൻവേർഡ് ഡിറക്ഷൻ. F2 is equal to ILB inward direction by Fleming's left hand rule. Force acting on the QR arm placed in the magnetic field, F2 is equal to ILB inward directionലാണ് by Fleming's left hand rule. അടുത്തത് force acting on the arm SP placed in the magnetic field, F4 is equal to ILB sin 90. ലെങ്ത് തന്നെയാണ് ഇവിടെ, ഈ ഒരു ഭാഗം ലെങ്ത് തന്നെയാണ്. സോ ILB sin 90. So F4 is equal to ILB. Then acting F4 is equal to ILB, acting ഔട്ട്വേർഡ് ഡിറക്ഷൻ. നേരത്തെ ഉള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് ആ കറണ്ട് വരുന്നത്. അവിടെ അപ്വേർഡ് ആണ്, ഇവിടെ ഡൗൺവേർഡ്. നമുക്ക് നോക്കാം. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യാം. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. കറണ്ട് താഴോട്ടാ, ഇവിടെ കറണ്ട് താഴോട്ടാ. സോ കറണ്ട് താഴോട്ട്. ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങോട്ടാ? ഔട്ട്വേർഡ് ഡിറക്ഷൻ. സോ ഔട്ട്വേർഡ് ഡിറക്ഷൻ by Fleming's left hand rule. അപ്പോൾ ഫസ്റ്റ് പാർട്ടിലുള്ള ഫോഴ്സ് F1 I into B cross B, ഡൗൺവേർഡ് ഡിറക്ഷൻ. തേർഡ് പാർട്ടിലുള്ള ഫോഴ്സ് F3 I into B cross B, അപ്വേർഡ് ഡിറക്ഷൻ. അത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയി. ദെൻ സെക്കൻഡ് ആമിലുള്ളത് QR ആമിലുള്ളത് F2 is equal to ILB ഇൻവേർഡ് ഡിറക്ഷൻ by Fleming's left hand rule. SP ആമിലുള്ള ഫോഴ്സ് F2 is equal to ILB F4 is equal to ILB. Then outward direction. Then
ഇനി ഇവിടെ നോക്കിക്കേ, ഫസ്റ്റത്തെ രണ്ട് പാർട്ട് എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു പോയി. അപ്പോൾ ഒന്നും കൂടി നമുക്ക് പറയാം. ഫസ്റ്റ് ഫോഴ്സിലുള്ളത് പറഞ്ഞു, സെക്കൻഡ് ആമിലുള്ളത് പറഞ്ഞു, ഫസ്റ്റ് ആമിലുള്ളത് പറഞ്ഞു, തേർഡ് ആമിലുള്ളത് പറഞ്ഞു, സെക്കൻഡ് ആമിലുള്ളത് പറഞ്ഞു, ഫോർത്ത് ആമിലുള്ളത് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല വിചാരിക്കുന്നു. എക്സാമിന് ഇത് എഴുതണം എന്നില്ല. നിങ്ങൾ എക്സാമിന്, പബ്ലിക് എക്സാമിന് എന്ത് മാത്രം മതി, ഈ പിക്ചർ വരഞ്ഞ് അതിലെല്ലാം ഉണ്ട്. ഔട്ട്വേർഡ്, ഇൻവേർഡ്, അതിലുള്ള ഫോഴ്സ് ഒക്കെ അവിടെ ഉണ്ട്. നമ്മൾ ഓരോ സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് എഴുതണ്ട. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അല്ല ഫോഴ്സ് എല്ലാ ആമിലെയും പറഞ്ഞു. രണ്ട് ആമിലുള്ളത് ക്യാൻസൽ ചെയ്തു. ഇനി ഇവിടെ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് ഈക്വൽ ഫോഴ്സ് ആണ്, ILB എന്ന് പറയുന്ന ഈക്വൽ ഫോഴ്സ് ആണ്. രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഒന്ന് ഇൻവേർഡ് ഒന്ന് ഔട്ട്വേർഡും ആണ്. ഹാവിങ് ഡിഫറെന്റ് ലൈൻ ഓഫ് ആക്ഷൻ. ഒന്നാമത്തെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഈ ലൈനിലാണ്, രണ്ടാമത്തെ ലൈൻ എന്ന് പറയുന്നത് ഈ ലൈനിലാണ് ആക്ട് ചെയ്യുന്നത്. രണ്ട് ലൈൻ ഓഫ് ആക്ഷനാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം കപ്പിൾ. ഇഫ് two equal and opposite force having different line of action produces a couple. എന്താ പറഞ്ഞത്? If two equal and opposite force having different line of action produces a couple, couple produces a rotating effect. അപ്പോൾ ഇവിടെയുള്ള ഫോഴ്സ് എന്തായിട്ട് മാറും? ടോർക്കായിട്ട് മാറും. ഇവിടെയുള്ള ഫോഴ്സ് എന്തായിട്ട് മാറും? ടോർക്കായിട്ട് മാറും. സോ ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ടോർക്ക് is equal to ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ടോർക്ക് ആവാനുള്ള റീസൺ എന്താ? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഹാവിങ് ഡിഫറെന്റ് ലൈൻ ഓഫ് ആക്ഷൻ പ്രൊഡ്യൂസസ് എ കപ്പിൾ. കപ്പിൾ പ്രൊഡ്യൂസസ് എ റൊട്ടേറ്റിംഗ് ഇഫക്റ്റ്. സോ ആ കപ്പിൾ റൊട്ടേറ്റിംഗ് ഇഫക്റ്റ് ആയി റൊട്ടേറ്റിംഗ് ഫോഴ്സ് ആയി, അതുകൊണ്ടാണ് ടോർക്കായിട്ട് മാറിയത്. സോ ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ രണ്ട് ലൈനിലാണ് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ ലൈനും ഈ ലൈനുമാണ്. ആ ലൈനുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഉദാഹരണമായിട്ട് ഇതാണ്, ഞാൻ ഒരൊറ്റ മാഗ്നറ്റിക് ഫീൽഡ് ലൈനെ വരയുന്നുള്ളൂ. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ, ഇവിടെ ഉണ്ട്. ഇതാണ് PQ ആം എന്ന് പറയുന്നത്. PQ ആം എന്ന് പറയുന്നത് അവിടെ, PQ ആം എന്ന് പറയുന്നത് ഇവിടെ ഓറഞ്ച് കളറിലുള്ള ഈ PQ ആം. അത് മാഗ്നറ്റിക് ഫീൽഡുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ഇതാണ് ഒന്നാമത്തെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞിരുന്നു ഞാൻ. ഇതാണ് രണ്ടാമത്തെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് ലൈനുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഈ വൈറ്റ് ലൈനിൽ വരുന്നതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? തീറ്റയായിരിക്കും. ഞാനിവിടെ ഒരു O എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊടുത്താൽ ഫ്രം ട്രയാങ്കിൾ OPQ എന്താ? കോസ് തീറ്റ വരിക. അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. OQ ഡിവൈഡഡ് ബൈ PQ. സോ OQ ഈസ് ഈക്വൽ ടു PQ കോസ് തീറ്റ. PQ എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് അല്ലേ? സോ B കോസ് തീറ്റ. OQ എന്ന് പറയുന്നത് B കോസ് തീറ്റ. അപ്പൊ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? B കോസ് തീറ്റ എന്ന് കിട്ടി. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് B കോസ് തീറ്റ. ഒന്നും കൂടി പറയാം. ഇതെന്ന് പറയുന്നത് നമ്മൾ റെക്ടാങ്കുലർ കോയിലിന്റെ ബ്രെഡ്ത്ത് ആണ്. ദെൻ ബ്രെഡ്ത്ത് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ ബ്രെഡ്ത്ത് B എന്ന് എഴുതാം. സോ അത് മാഗ്നറ്റിക് ഫീൽഡുമായി ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. ഇതാണ് രണ്ട് ലൈൻ ഓഫ് ആക്ഷൻ. നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു ലൈൻ ഓഫ് ആക്ഷൻ, ഇവിടെ ഒരു ലൈൻ ഓഫ് ആക്ഷൻ. അത് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇവിടെ ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് തീറ്റയാണെങ്കിൽ ഇത് തീറ്റയാണ്. നമ്മളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. OPQ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു OQ ഡിവൈഡഡ് ബൈ PQ. OQ ഈസ് ഈക്വൽ ടു PQ കോസ് തീറ്റ B കോസ് തീറ്റ. കുഴപ്പമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഇവിടെ എഴുതാം. ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്, ILB ആണ്. സോ ILB ഇൻറ്റു B കോസ് തീറ്റ. ILB ഇൻറ്റു B കോസ് തീറ്റ. എന്താ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് നിങ്ങൾ പഠിച്ചതാ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷനാ. സോ IAB കോസ് തീറ്റ. IAB കോസ് തീറ്റ. IAB കോസ് തീറ്റ.
IA എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ്. ക്യാപിറ്റൽ ലെറ്റർ M എന്ന് പറയും, MB കോസ് തീറ്റ. IA എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻ ആണ്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ M = IA ആണ്. സോ കറണ്ട് പാസിംഗ് ത്രൂ ദ കണ്ടക്ടർ ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. സോ അതിന് പകരം MB കോസ് തീറ്റ എന്ന് കൊടുത്തു. ഓക്കെ, വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ വരിക. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് PQ ആമുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. PQ ആമുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ഞാൻ ഈ ആമിൽ നിന്നും ഒരു നോർമൽ വരഞ്ഞു. എവിടുന്ന്? PQ ആമിൽ നിന്നും ഒരു നോർമൽ വരഞ്ഞു. PQ ആമിൽ നിന്നും നോർമൽ വരഞ്ഞാൽ ആ നോർമലും മാഗ്നറ്റിക് ഫീൽഡുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫയാണ്. നോർമലും മാഗ്നറ്റിക് ഫീൽഡുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ആൽഫയാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ആൽഫ പ്ലസ് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇതും കൂട്ടിയാൽ 90 ഡിഗ്രി കിട്ടും. സോ തീറ്റ ഈസ് ഈക്വൽ ടു 90 മൈനസ് ആൽഫ എന്ന് കൊടുക്കാം. തീറ്റ ഈസ് ഈക്വൽ ടു 90 മൈനസ് ആൽഫ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു MB ഇൻറ്റു കോസ് 90 മൈനസ് ആൽഫ. MB ഇൻറ്റു cos 90 minus alpha, that is equal to MB sin alpha. MB sin alpha. Alpha എന്ന് പറയുന്നത് ഏതൊക്കെ തമ്മിലുള്ള ആംഗിളാ? ആംഗിൾ ബിറ്റ്വീൻ direction of magnetic field and normal drawn from the PQ arm. Normal drawn from the PQ arm. That is torque കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ടോ ഈസ് ഈക്വൽ ടു M ക്രോസ് B. ടോ ഈസ് ഈക്വൽ ടു M ക്രോസ് B. ടോ ഈസ് ഈക്വൽ ടു M ക്രോസ് B. അപ്പോൾ എവിടുന്നാണ് നമ്മൾ ഇത് തുടങ്ങിയത്? അതായത് 4 ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. 2 ഫോഴ്സ് നമ്മൾ ക്യാൻസൽ ചെയ്തു. 2 ഫോഴ്സ് ഈക്വൽ ആണ് ബട്ട് ഓപ്പോസിറ്റ് ആണ്. ഹാവിങ് ഡിഫറെന്റ് ലൈൻ ഓഫ് ആക്ഷൻ produces a couple produces a rotating effect. അപ്പോൾ ഫോഴ്സ് എന്തായിട്ട് മാറി? റൊട്ടേറ്റിംഗ് ഫോഴ്സ് ആയിട്ട് മാറി. സോ ടോർക്ക് is equal to force into perpendicular distance. perpendicular distance നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു B cos തീറ്റ. സോ ILB into ഫോഴ്സ് ആണ് B cos തീറ്റ. L into B ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഏരിയ ആണ്. സോ IAB കോസ് തീറ്റ, MB കോസ് തീറ്റ. സോ MB ഇൻറ്റു ദെൻ ഇവിടെ നമ്മൾ വീണ്ടും എന്ത് ചെയ്തു? മാഗ്നറ്റിക് ഫീൽഡ് വരഞ്ഞു, ബ്രെഡ്ത്ത് വരഞ്ഞു. ദെൻ അതുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. സോ നോർമലുമായി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫയാണ്. സോ ആൽഫ പ്ലസ് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. തീറ്റ ഈസ് ഈക്വൽ ടു 90 മൈനസ് ആൽഫ. അങ്ങനെയാണെങ്കിൽ ടോർക്ക് ഈസ് ഈക്വൽ ടു MB കോസ് 90 മൈനസ് ആൽഫ. തീറ്റ ഇവിടെ കൊടുത്തു 90 മൈനസ് ആൽഫ. കോസ് 90 മൈനസ് ആൽഫ എന്ന് പറയുന്നത് സൈൻ ആൽഫയാണ്. സോ ടോർക്ക് ഈസ് ഈക്വൽ ടു M ക്രോസ് B. കുഴപ്പമുണ്ടോ? 1-2 പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാണ് ഈ ഡെറിവേഷൻ. ഡെറിവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിക്ചർ വരെ ആദ്യം, എന്നിട്ട് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഹാവിംഗ് ഡിഫറെന്റ് ലൈൻ ഓഫ് ആക്ഷൻ പ്രൊഡ്യൂസസ് എ കപ്പിൾ പ്രൊഡ്യൂസസ് എ റൊട്ടേറ്റിംഗ് ഇഫക്റ്റ്. ടോർക്ക് എഴുതുക. ദെൻ ഇതിവിടെ എഴുതണം. ഇത് ഇവിടെ എന്ത് ചെയ്യണം? കൂട്ടിച്ചേർക്കണം. സൈഡിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ദെൻ ഇവിടെ ഇതും കൂട്ടിച്ചേർക്കണം നിങ്ങൾ. ഓക്കെ ആണല്ലോ? എന്നിട്ട് ഇതാണ് അതിൻ്റെ ഡെറിവേഷൻ. 3 മാർക്കിന് ചോദിച്ച ഇത്രയാണ് നിങ്ങൾ എഴുതേണ്ടത്. പിക്ചർ നിർബന്ധമാണ്. കുഴപ്പമില്ല എന്ന് വിചാരിക്കും.